വന്ന് നേരെ തിരിച്ചു പോയിക്കോട്ടെ എന്നല്ല, കൂടെ നിൽക്കണം എന്നാണ്. ഇപ്പോഴൊക്കെ ജ്യേഷ്ഠന്റെ മക്കളൊക്കെ വീട്ടിലേക്ക് വന്നാൽ നിങ്ങൾ എന്നാ പോകുന്നതായിരിക്കും രണ്ടാമത്തെ ദിവസം ചോദിക്കുന്നത്. അപ്പൊ തന്നെ ബാക്കിയുള്ളവർക്ക് മനസ്സിലാകും ഇവിടെ എന്നാലും ഇവർക്ക് ചെലവ് കൂടെ, നമുക്ക് വേഗം പോകാം. അങ്ങനെ ചോദിക്കാൻ പാടില്ല. അവരെത്ര കണ്ട് ഇവിടെ നിൽക്കുന്നോ അത്രയും നമ്മൾ ചെലവഴിക്കണം. അതൊരു സ്നേഹമാണ്, നമ്മുടെ രക്തബന്ധമാണത്, അന്യരല്ല. സ്വന്തം ജ്യേഷ്ഠനാ വീട്ടിലേക്ക് വന്നത്, ഭാര്യയുണ്ട്, മക്കളുണ്ട്. അല്ല ഞങ്ങള് നാളെ തന്നെ പോണോ, രാവിലെ തന്നെ പോണോ, ഉച്ചക്ക് പോകണോ, ഒന്നും ചോദിക്കരുത്. അവരെത്രയാണ് അവിടെ നിൽക്കുന്നത് അത്രയും നിൽക്കട്ടെ. അതാണ് സ്നേഹം, അതാണ് സന്തോഷം. ചെലവല്ലേ ഇത് ദുനിയാവിൽ നമ്മൾ ചെലവഴിക്കുമ്പോ അല്ലാഹു ആഖിറത്തിൽ കൂലി തരൂലേ? കുടുംബക്കാർക്കല്ലേ കൊടുക്കുന്നത്. എത്ര മുന്തിയ ഭക്ഷണം കൊടുത്താലും വലിയ കൂലിയല്ലേ കിട്ടുന്നത്. അതുകൊണ്ട് നമ്മൾ അവിടെ നിൽക്കുന്നതുകൊണ്ട് നമ്മളെ ഭാഗത്തുനിന്നോ പെണ്ണുങ്ങളെ ഭാഗത്തുനിന്നോ യാത്രക്ക് പറ്റിയ എന്തെങ്കിലും സൂചനാവാക്യങ്ങൾ അതുണ്ടാകരുത്. കുട്ടികൾക്കൊക്കെ എന്നാ മദ്രസ ഓർക്കുന്നതെന്ന് പോലും ചോദിക്കാൻ പാടില്ല. അപ്പൊ അതിന്റെ ഉള്ളിലൂടെ വായിച്ചെടുക്കും. മദ്രസയും സ്കൂളും ചോദിക്കുന്നത് ഇവിടെ നമ്മൾ നിൽക്കണോട് എന്തോ പ്രയാസം ഉണ്ട്, അതുകൊണ്ടാണ്. അങ്ങനെ ചോദിക്കരുത്. ആർക്കാ തിരിയാത്ത്? വേഗം തിരിയും. അല്ല ഈ മോന് നാളെ സ്പെഷ്യൽ ക്ലാസ് ഉണ്ടോ എന്ന് ചോദിച്ചതിന്റെ അർത്ഥം അതാണ്, നിങ്ങൾ രാവിലെ തന്നെ പോണോന്നാ. അങ്ങനെ ചോദിക്കാൻ പാടില്ല. അവർ കഴിവിന്റെ പരമാവധി നിൽക്കാനാണ് ആഗ്രഹിക്കേണ്ടത്. അതാണ് യൂസുഫ്